ഇന്ന് അച്ഛൻ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കവർ നെല്ലിക്കയായിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ കരുതി ഇതങ്ങ് ഉപ്പിലിടാന്ന്. അങ്ങനെ ഉപ്പിലിടാനായിട്ട് തട്ടിയിട്ട് നോക്കിയപ്പോൾ കുറേ അധികം കേടായ നെല്ലിക്കയാണ്. സത്യം പറഞ്ഞാൽ 2-3 നെല്ലിക്ക മാത്രമേ ഉള്ളായിരുന്നു നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കേടായ ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് നല്ലതെല്ലാം കൂടെ എടുത്ത് കഴുകി വൃത്തിയാക്കി അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. വെള്ളം ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് 2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളം നല്ലതുപോലെ തിളച്ചങ്ങ് വന്നപ്പോൾ അതിലോട്ട് 1/2 ഗ്ലാസ് വിനാഗിരി കൂടി ചേർത്ത് കൂടെ തന്നെ 1 തവി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പിലിട്ടതിനെ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കുന്നതാണല്ലോ ടേസ്റ്റ്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പാത്രത്തിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നെല്ലിക്ക പറക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്കയിലേക്ക് ഒഴിക്കുന്ന വെള്ളം ഒരു ഇളം ചൂടാവുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ കേട്ടോ. ഇല്ലെങ്കിൽ നെല്ലിക്ക എല്ലാം കൂടെ വെന്ത് പോയിട്ട് നമുക്ക് കുറച്ച് ദിവസം മാത്രമേ പിന്നെ എടുക്കാൻ പറ്റൂ. ഇതാകുമ്പോൾ കുറച്ച് അധിക ദിവസം വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് തിളപ്പിച്ചാറ് ഈ വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളകല്ല ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്, പച്ചമുളകാണ്. കാന്താരി മുളകാണെങ്കിൽ അടിപൊളി. അപ്പം പിന്നെ ഒന്നുമില്ല, ടാറ്റാ ബൈ ബൈ.